നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 മെയ് 15-16 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെക്കുറിച്ചും പറയുന്നുണ്ട്. ഒരു ദിവസം നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കി അവതരിപ്പിക്കാനാണ് ഇതിൽ ശ്രമിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ മെയ് 14 രാത്രി 10:33 PM മുതൽ മെയ് 16 രാത്രി 10:46 PM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. പിന്നെ ഇവിടെ 14-15 തീയതികളിൽ ഗ്രഹമാറ്റങ്ങളുണ്ട്. മെയ് 11 ചൊവ്വ സ്വക്ഷേത്രമായ മേടം രാശിയിൽ വന്നിരുന്നു. അത് കൂടാതെ ശുക്രൻ 14-ാം തീയതി രാവിലെ 10:55 AM മിഥുനം രാശിയിൽ വരുന്നു. ബുധൻ 15-ാം തീയതി വെളുപ്പിന് 12:33 AM ഇടവൻ രാശിയിൽ വരുന്നു. സൂര്യൻ 15-ാം തീയതി രാവിലെ 6:23 AM ഇടവൻ രാശിയിൽ വരുന്നു. ഏകദേശം 4 ഗ്രഹങ്ങളാണ് ഈ അടുത്ത ദിവസങ്ങളിൽ രാശി മാറുന്നത്. അതെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. പിന്നെ ഇതൊക്കെ പറയുന്നതിന് ദയവേത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഹൈപ്പ് ചെയ്യുക. അത് ഒരു പുതിയ പരിപാടിയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് എന്നെ വാട്സാപ്പിൽ ബന്ധപ്പെടുക. സംശയങ്ങൾ ദൂരീകരിക്കാൻ ഞാൻ ശ്രമിക്കാം. ഫോൺ വിളിക്കരുത്, പകരം വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ആദ്യം മേടം രാശി. അശ്വതി ഭരണി കാർത്തിക ആദ്യ പാദം. മേടം രാശിക്ക് കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞൊക്കെയാണ്. കഴിഞ്ഞ 13-14 ഞാൻ ഇട്ട ദിനഫലത്തിൽ അവർക്ക് ദോഷാധിക്യമായിരുന്നു. പക്ഷേ ഇവിടെ കാര്യങ്ങൾ നേരെ മറിഞ്ഞു വന്നിരിക്കുകയാണ്. കാര്യം ഏകദേശം 3 ഗ്രഹങ്ങൾ പിന്നീട് മാറിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ 5 ഗ്രഹങ്ങൾ ഈ ദിവസങ്ങളിൽ അനുകൂലമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വേറൊരു വീഡിയോ പ്രത്യേകം ചെയ്തിട്ടുണ്ട് മേടം രാശിക്ക് വേണ്ടി. ഇവർക്ക് ഈ ദിവസങ്ങളിൽ 15-16 തീയതികളിൽ ചൊവ്വയും ശനിയും മാത്രമാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ എണ്ണം കുറഞ്ഞു. അനുകൂലമായിട്ടുള്ള ഗ്രഹങ്ങളുടെ എണ്ണം 5 വർദ്ധിക്കുകയും ചെയ്തു. 2 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടും നിൽക്കുന്നു. ഇവർക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ബന്ധങ്ങൾ ഊഷ്മളമാവും. ഭാഗ്യപരീക്ഷങ്ങളിൽ സാധ്യതയുണ്ട്. ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. മേടം രാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത്. അത് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ദയവായി അതും കാണുക. ഇനി ഇടവൻ രാശി. കാർത്തിക അവസാന 3 പാദം, രോഹിണി, മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് കാര്യങ്ങൾ പ്രതികൂലമായിട്ട് വരികയാണ്. കാര്യം ഇപ്പോൾ ഈ ദിവസങ്ങളിൽ മാറിയിട്ടുള്ള ഗ്രഹങ്ങൾ കുറേയൊക്കെ പ്രതികൂലമാണ്. സൂര്യൻ, ബുധൻ, ചന്ദ്രൻ, ചൊവ്വ, ഇത് 4 പ്രതികൂലമായിട്ട് വരുന്നു. അതിൽ തന്നെ 2 പാപഗ്രഹങ്ങളാണ്. അതുകൂടാതെ അനുകൂലമായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ എണ്ണം 3 ചുരുങ്ങിയിട്ടുണ്ട്. എങ്കിലും ശനിയും വ്യാഴവും അനുകൂലമാണ്. വ്യാഴം ജൂൺ 2 പ്രതികൂലമല്ല, അനുകൂലമല്ലാതാവും. അപ്പോൾ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. കാരണം ചന്ദ്രനും കൂടി പ്രതികൂലമാണ് ഇവിടെ. ഇൻവെസ്റ്റ്മെൻറ്റുകൾക്ക് പറ്റിയ ദിവസമല്ല. കഴിവതും പുതിയ സംരംഭങ്ങൾ മാറ്റിവെക്കുക. ഇവർ ഞായറാഴ്ച ശിവന്, തിങ്കളാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഒരു പരിധിവരെ എല്ലാ കാര്യങ്ങൾക്കും ഒരു വിജയസാധ്യത നിലനിൽക്കുന്നു. എങ്കിലും പൊതുവേ തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഇവർക്ക് വരാനുള്ള സാധ്യതയാണ് ഉള്ളത്.
പിന്നെ ബന്ധങ്ങളൊക്കെ ഊഷ്മളമാവുമെങ്കിലും അതിനൊക്കെ ഒരു പരിധിയുണ്ട്. അപ്പോൾ പരിധികൾക്കുള്ളിൽ നിന്നുള്ള ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ദിവസമായിട്ടാണ് ഞങ്ങൾ പറയുന്നത്. ഇടവൻ രാശിക്ക് അത്ര നല്ല ദിവസങ്ങളല്ല. ഓക്കെ, ഇനി മിഥുനം രാശി. മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർദം ആദ്യ 3 പാദം. മിഥുനം രാശിക്കും 5 ഗ്രഹങ്ങൾ അനുകൂലമാണ്. ഓക്കെ, പക്ഷേ എന്നാലും പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സൂര്യനും ബുധനും പുതുതായിട്ട് പ്രതികൂലമായിട്ട് വന്നിരിക്കുകയാണ്. അത് 12ാം ഭാവത്തിൽ വ്യയസ്ഥാനത്ത്, നഷ്ടസ്ഥാനത്ത് വന്നിരിക്കുകയാണ്. എങ്കിലും ജൂൺ 2-ന് വ്യാഴം അനുകൂലമാകുന്നതോടെ കാര്യങ്ങളെല്ലാം മാറി മറിയും. ഓക്കെ, എങ്കിലും ഇവർക്ക് ഗുണാധിക്യം തന്നെ ഞങ്ങൾ പറയുന്നു. എങ്കിലും ഇവിടെ 2 പാപഗ്രഹങ്ങൾ പ്രതികൂലമാണ്. അപ്പോൾ ഇവർ ഞായറാഴ്ച ശിവന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. കണ്ടകശനി ആയതിനാൽ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. എങ്കിലും ഇവർക്ക് ചൊവ്വ ഇവിടെ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് സ്വക്ഷേത്രപരമായിട്ട് മേടൻ രാശിയിൽ വന്നതുകൊണ്ട് രുചകയോഗത്തോടു കൂടിയുള്ള ചൊവ്വ ഇവർക്ക് ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാക്കും. അതുപോലെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാക്കും. നിയമപരമായ പ്രശ്നങ്ങൾ ഇവർക്ക് മറികടക്കാൻ പറ്റും. അത് ഏകദേശം ജൂൺ 21 വരെ അനുകൂലമാണ് ചൊവ്വ. ഓക്കെ, അതിനുശേഷം ഒരു 90 ദിവസം പ്രതികൂലമായിട്ട് വരും. എന്തായാലും ഇപ്പോൾ ഇവർക്ക് അനുകൂലമാണ് ചൊവ്വ. ഭാഗ്യപരീക്ഷങ്ങളിൽ സാധ്യതയുണ്ട്. പിന്നെ വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവുണ്ടാവും. എങ്കിലും 4 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അതുകൊണ്ട് ഗുണാധിക്യത്തിൽ തന്നെ അല്പം ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാണ്. എങ്കിലും അവർക്ക് വലിയൊരു കാലയളവ്, വലിയൊരു നേട്ടങ്ങളുടെ ഘോഷയാത്ര അവർക്ക് പ്രതീക്ഷിക്കാവുന്ന കാലമാണ്, പ്രത്യേകിച്ച് ജൂൺ 2 മുതൽ. ഓക്കെ, ഇനി കർക്കിടകം രാശി. പുണർദം അവസാന പാദം, പൂയായില്യം. കർക്കിടകം രാശിക്ക് നേട്ടങ്ങൾ വരികയാണ്, തുടങ്ങുകയാണ്. അതിൻ്റെ ഒരു തുടക്കമാണ്. ഇവിടെ ചൊവ്വ അനുകൂലമായിട്ട് വന്നു, ചന്ദ്രൻ അനുകൂലമായിട്ട് വന്നു, സൂര്യനും ബുധനും 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വന്നു, ശുക്രൻ അനുകൂലമായിട്ട് വ്യാഴത്തോടൊപ്പം നിൽക്കുന്നു. അപ്പോൾ ഇവർക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത്. പ്രതികൂലമായിട്ടുള്ള ഗ്രഹങ്ങളുടെ എണ്ണം 2 ആയിട്ട് ചുരുങ്ങി നിൽക്കുകയാണ്. വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് തുളസിമാല ചാർത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇവർക്ക് ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, പിതൃസ്വത്ത് ലഭിക്കാം, ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം. പിന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച, നിയമപരമായ പ്രശ്നങ്ങൾക്ക് നേട്ടം ഉണ്ടാവും. തൊഴിൽ ഭാഗ്യം 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് സൂര്യനും ബുധനും ഒരുമിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടം, പിതാവിന് ഐശ്വര്യം, സന്താനങ്ങൾക്ക് ഐശ്വര്യം, ഇവയൊക്കെ ഉണ്ടാവും. പിന്നെ ഇവർക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. പൊതുവെ കർക്കിടകം രാശിക്ക് ഗുണാധിക്യമാണ്. അത് കുറച്ച് മേലോട്ട് പോകും. എങ്കിലും ഇവിടെ സൂര്യനും ചൊവ്വയൊക്കെ ജന്മത്തിലോട്ട് വരാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അത് വരുമ്പോൾ ഇച്ചിരി താഴോട്ട് പോകും. എന്നാൽ തന്നെയും പൊതുവെ ഇവർക്ക് നല്ല കാലം ഏകദേശം തുടങ്ങിയിരിക്കുകയാണ്. ഓക്കെ, കർക്കിടകം രാശിക്ക്. ഇനി ചിങ്ങം രാശി. മകം, പൂരം, ഉത്രം ആദ്യ പാദം. ചിങ്ങം രാശിക്ക് ഇവിടെ പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. ശനി, സർപ്പം, ശിഖി ഇവ 3 മാത്രമാണ് പാപഗ്രഹങ്ങളാണ്. എന്നാൽ തന്നെ ഇവ 3 ഇപ്പോൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. അതേസമയം ഇവർക്ക് 4 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. സൂര്യൻ അനുകൂലമാണ്, കർമ്മഭാവത്തിൽ.
വന്നേക്കുന്നു. അപ്പോൾ അത് സൂര്യനും ബുധനും കർമ്മഭാവത്തിൽ 10-ാം ഭാവത്തിൽ വന്നിരിക്കുന്നു. അപ്പോൾ തൊഴിൽ ഭാഗ്യം അത് ഇടവമാസം മാത്രമല്ല, മിഥുനം മാസത്തിലും ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടം, പിതാവിന് ഐശ്വര്യം, സന്താനങ്ങൾക്ക് ഐശ്വര്യം ഇവയൊക്കെ ഉണ്ടാവും. പിന്നെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ഭൗതിക സുഖങ്ങൾ. 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നതിനാൽ ഇവർക്ക് സർവ്വവിധ സൗഭാഗ്യം, ബന്ധങ്ങൾ ഊഷ്മളമാവും, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ഭൗതിക സുഖങ്ങൾ ഇവയൊക്കെ അനുഭവപ്പെടും. എങ്കിലും ജൂൺ 2-ന് വ്യാഴം പ്രതികൂലമായിട്ട് മാറും. അതപ്പോൾ അതൊരു 2 വർഷം ഏകദേശം വ്യാഴം കൊണ്ട് നേട്ടമില്ലാത്ത ഒരവസ്ഥയിൽ വരും. എങ്കിലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാത്ത കാര്യം, വ്യാഴം ശുഭഗ്രഹമാണ്. അതുമാത്രമല്ല, ഉച്ചരാശിയായ കർക്കിടകത്തിലേക്കാണ് ജൂൺ 2-ന് വ്യാഴം മാറുന്നത്. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ലെന്ന് നമുക്ക് കാര്യമായ ദുരിതമൊന്നും, ഗുരുതരമായ ദുരിതമൊന്നും ചിങ്ങം രാശിക്ക് വരില്ല. അപ്പോൾ പിന്നെ നമ്മൾ ശനിയാഴ്ച, കാര്യം അഷ്ടമശനിയാണ് ഇപ്പോൾ. അഷ്ടമശനി ആയതിനാൽ വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. പൊതുവെ ചിങ്ങരാശിക്ക് ഈ ദിവസങ്ങൾ അനുകൂലമായ ദിവസങ്ങളാണ്. ഓക്കെ, ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസങ്ങളാണ്. ഇനി കന്നിരാശി, ഉത്രം അവസാന 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവിടെ ഇവർക്ക് അഷ്ടമത്തിൽ ചൊവ്വയും ചന്ദ്രനും നിൽക്കുന്നു, പ്രതികൂലമാണ്. ശനി 7-ാം ഭാവത്തിലും പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് അത്ര വലിയ നേട്ടമുള്ള ദിവസങ്ങളൊന്നുമല്ല, കാരണം കാര്യമായ ഗ്രഹങ്ങളുടെ സപ്പോർട്ടില്ല. എങ്കിലും 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത്. സർപ്പവും ശിഖയും മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്, അനുകൂലമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ കന്നിരാശിക്ക് ഗുണദോഷ സമ്മിശ്രമെന്ന് ഞങ്ങൾ വിലയിരുത്തുന്നു. ഇനി തുലാം രാശി, ചിത്തിര അവസാന 2 പാദം, ചോതി വിശാഖ ആദ്യ 3 പാദം. തുലാം രാശിക്ക് സൂര്യൻ 12-ാം ഭാവത്തിൽ പ്രതികൂലമായിട്ട് വന്നിരിക്കുന്നു. ക്ഷമിക്കണം, അഷ്ടമത്തിൽ പ്രതികൂലമായിട്ട് വന്നിരിക്കുന്നു. ചൊവ്വ 7-ാം ഭാവത്തിൽ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ നമ്മൾ ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ, അതുപോലെ തന്നെ ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ഇവർക്ക് 7 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. അപ്പോൾ അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഞാൻ പ്രത്യേകം വീഡിയോ ചെയ്തില്ല എൻ്റെ പേരിൽ, കഴിഞ്ഞ ആഴ്ച വേറൊരു വീഡിയോ ചെയ്തിരുന്നു. എന്തായാലും തുലാം രാശിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാത്ത കാലം തന്നെയാണ്. വ്യാഴം ഒന്ന് മാറിയെന്നും പറഞ്ഞ്, കർമ്മഭാവത്തിലോട്ട് മാറിയെന്നും പറഞ്ഞ് വലിയ കുഴപ്പമൊന്നും വരത്തില്ല. ഞാനത് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു. ഓക്കെ, ഇവർക്ക് ഈ ദിവസങ്ങളിൽ ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. എല്ലാ കാര്യത്തിനും ഒരു വിജയ സാധ്യത നിലനിൽക്കുന്നു. സാങ്കേതിക മികവുകൊണ്ട് നേട്ടങ്ങൾ കൊയ്യാം. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ഭൗതിക സുഖങ്ങൾ. പൊതുവെ സർവകാര്യ വിജയവും സർവവിധ സൗഭാഗ്യം ഒക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്ന നല്ല 2 ദിവസങ്ങളാണ് തുലാം രാശിക്ക്. ഓക്കെ, ചിത്തിര അവസാന 2 പാദം, ചോതി വിശാഖ ആദ്യ 3 പാദം. ഓക്കെ, ഇനി വൃശ്ചികം രാശി. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. വൃശ്ചികം രാശി എന്ന് പറയുമ്പോൾ വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് 3 ഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്. സൂര്യനും ബുധനും ഇപ്പോൾ 7-ാം ഭാവത്തിൽ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ അത് താമസിയാതെ അഷ്ടമത്തിലേക്കും വരും. അപ്പോൾ
നമ്മൾ ഇടവം മിഥുനം മാസങ്ങളിൽ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ തൊഴിൽ രംഗവുമായിട്ട് ബന്ധപ്പെട്ട് ഓപ്പോസിറ്റ് സെക്സുമായിട്ട് പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വാക്കുകളും സൂക്ഷിച്ച് ഉപയോഗിക്കുക. കാര്യം ബുധനും 7ാം ഭാവത്തിൽ പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്. ഓക്കെ, ഞായറാഴ്ച ശിവന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ജൂൺ 2 മുതൽ വ്യാഴം അത്യധികം ഗുണാധിക്യമായിട്ട് 9ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്തേക്ക് വരികയാണ്. അപ്പോൾ അതിനെ വരവേൽക്കാൻ ഇപ്പോഴേ തന്നെ വ്യാഴാഴ്ച അല്ലാതെ തന്നെ ഇപ്പോൾ പ്രതികൂലമാണ്. അപ്പോൾ മഹാവിഷ്ണുവിന് തുളസിമാല ചാർത്തുക, വ്യാഴാഴ്ച വ്രതമെടുത്ത് മുന്നോട്ട് പോയാൽ പ്രത്യേകിച്ച് ജൂൺ 2 ശേഷം ഇവർക്ക് ഗുണാധിക്യം നേടിയെടുക്കാൻ പറ്റും. ഇവർക്ക് ചൊവ്വ ഇവിടെ അനുകൂലമാണ്. അതൊരു ജൂൺ 21 വരെ ചൊവ്വ അനുകൂലമാണ്. അപ്പോൾ ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച, നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റം, ബന്ധങ്ങൾ ഊഷ്മളമാവും, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ഭൗതിക സുഖങ്ങൾ. വൃശ്ചികം രാശിക്കിപ്പോൾ തൽക്കാലം നമ്മൾ ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം പറയുന്നു. ഇനി ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം. ധനുരാശിയെക്കുറിച്ച് വേറൊരു വീഡിയോ ചെയ്തിരുന്നു ഞാൻ, അത് കാണാൻ ശ്രമിക്കുക. ഇവർക്ക് ഈ ദിവസങ്ങളിൽ 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. എങ്കിലും ശ്രദ്ധിക്കുക, ജൂൺ 2 വ്യാഴം പ്രതികൂലമായിട്ട് മാറും, അഷ്ടമത്തിൽ വരും. അപ്പോൾ ഒരു വർഷക്കാലം നമുക്ക് വ്യാഴം കൊണ്ടുള്ള നേട്ടമില്ല എന്നേ ഉള്ളൂ. വലിയ ദുരിതമൊന്നും വരത്തില്ല ഉറപ്പായിട്ട്. അത് ഈ പറഞ്ഞ കൃത്യമായിട്ട് വ്യാഴാഴ്ച പറ്റുമെങ്കിൽ വ്രതമെടുത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാട് നടത്തുക. പിന്നെ ഇവിടെ ഈ ദിവസങ്ങളിൽ ശനി മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങൾ സാധ്യതയുണ്ട്. പിതാവിന് ഐശ്വര്യം, സന്താനങ്ങൾക്ക് നേട്ടം, തൊഴിൽപരമായിട്ട് ഉന്നതി, അതുപോലെ തന്നെ ബൗദ്ധിക മേഖലയിലും നേട്ടം, സർവ്വവിധ സൗഭാഗ്യം, ഭൗതിക സുഖങ്ങൾ, ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ മാറ്റം. ചുരുക്കത്തിൽ ധനുരാശിക്ക് ഗുണാധിക്യമാണ്. പ്രത്യേകിച്ച് ജൂൺ 2 വ്യാഴം മാറുന്നതിന് മുമ്പുള്ള 2 നല്ല ദിവസങ്ങളാണ് ഇവർക്ക് കിട്ടുന്നത്. അത് പരമാവധി ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി മകരം രാശി, ഉത്രാടം അവസാനം 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഏകദേശം 6 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. ശനി അനുകൂലമാണ്. അപ്പോൾ ഒരു വിജയസാധ്യത പൊതുവെ എല്ലാ കാര്യത്തിനും ഉണ്ടാവും. സാങ്കേതിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. എങ്കിലും ഇവിടെ ചൊവ്വയും വ്യാഴവും ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. ചൊവ്വാഴ്ച മുരുകന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് ദർശനം നടത്തുക. പൊതുവെ മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി കുംഭം രാശി, അവിട്ടം അവസാന 2 പാദം, ചതയം, പൂരുട്ടാതി ആദ്യ 3 പാദം. കുംഭം രാശിയെക്കുറിച്ച് ഞാൻ ഒരു പ്രത്യേക വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇവർക്ക് ഈ ജൂൺ 2 വ്യാഴം മാറുന്നതിന് മുമ്പ് 2 ദിവസങ്ങൾ സ്പെഷ്യലായിട്ട് കിട്ടിയിരിക്കുകയാണ്. അനുകൂലമായിട്ടുള്ള 2 ദിവസങ്ങൾ. പരമാവധി നേട്ടങ്ങൾ നമ്മൾ ബുദ്ധിപൂർവ്വം, കൗശലപൂർവ്വം, വിവേകപൂർവ്വം നേടിയെടുക്കാൻ ശ്രമിക്കുക. ഇവർക്ക് ചൊവ്വ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ ബുധനും അനുകൂലമായിട്ടാണ്, ശുക്രനും അനുകൂലമായിട്ടാണ്. അപ്പോൾ ശുക്രൻ 5ാം ഭാവത്തിൽ നിൽക്കുന്നു. അതുപോലെ തന്നെ വ്യാഴവും 5ാം ഭാവത്തിൽ നിൽക്കുന്നു. അപ്പോൾ ഇവർക്ക് ചൊവ്വ അനുകൂലമായി നിൽക്കുന്നുണ്ട്. പിതൃസ്വത്ത് ലഭിക്കാം, ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച, കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച, ബന്ധങ്ങൾ ഊഷ്മളമാവും, ഭൗതിക സുഖങ്ങൾ, ദാമ്പത്യ ജീവിതം ഊഷ്മളമാവും. പൊതുവെ കുംഭൻ രാശിക്ക് ജൂൺ 2 വ്യാഴം മാറുന്നതിന് മുമ്പ്
ഉള്ള 2 നല്ല ദിവസങ്ങളാണ്. അത് യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഇനി മീനം രാശി. പൂരുരുട്ടാതി അവസാന 3 പാദം, പൂരുരുട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി. മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവിടെ 3 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ ഇടവ മാസം മുഴുവൻ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ പിതാവിന് ഐശ്വര്യം, സന്താനങ്ങൾക്ക് നേട്ടം, അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, പരിധികൾക്കുള്ളിൽ നിന്ന്, അതുപോലെ തന്നെ ബന്ധങ്ങൾ ഊഷ്മളമാവും. അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. പൊതുവെ മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി നമുക്ക് ഭാഗ്യ നിറങ്ങൾ നോക്കാം. 15-ാം തീയതി വെള്ളിയാഴ്ച ചുവപ്പ് അല്ലെങ്കിൽ വെള്ള, 16-ാം തീയതി ശനിയാഴ്ച കറുപ്പ് അല്ലെങ്കിൽ നീല, അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ, അതല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധന ഉണ്ടാകുന്നതാണ്. ബ്രഹ്മമുഹൂർത്തം 15-16 തീയതികളിൽ രാവിലെ 4:30 AM മുതൽ 5:18 AM വരെയാണ് ബ്രഹ്മമുഹൂർത്തം 15-16 തീയതികളിൽ. അഭിജിത്ത് മുഹൂർത്തം 15-16 തീയതികളിൽ രാവിലെ 11:53 AM മുതൽ 12:43 PM വരെയാണ് അഭിജിത്ത് മുഹൂർത്തം 15-16 തീയതികളിൽ. അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്കും ക്ഷേത്ര ദർശനത്തിനും സമയം കണ്ടെത്തുക. ഇനി രാഹുകാലം നോക്കാം. 15-ാം തീയതി രാവിലെ 10:45 AM മുതൽ ഉച്ചയ്ക്ക് 12:18 PM വരെ ആണ് രാഹുകാലം 15-ാം തീയതി. 16-ാം തീയതി രാഹുകാലം 9:12 AM മുതൽ 10:45 AM വരെയാണ് 16-ാം തീയതി രാഹുകാലം. രാഹുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. ഇനി ഭാഗ്യ നമ്പറുകൾ നോക്കാം. 15-5-2026 3, 6, 5, 1, 2, 9 ഇവയാണ് ഭാഗ്യസംഖ്യകൾ. 16-5-2026 4 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 7, 6, 1, 2, 5 ഇവയും ഭാഗ്യസംഖ്യകളാണ്. പിന്നെ 9, 8 ഏത് നിമിഷവും ഏതൊരാൾക്കും ഭാഗ്യസംഖ്യകൾ തന്നെയാണ്. അത് പൊതുവായിട്ടുള്ള ഭാഗ്യസംഖ്യകളാണ്. എന്തായാലും വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവ്വവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിടവാങ്ങുന്നു. നമസ്കാരം, ശുഭദിനം.